നിങ്ങൾക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല. രുദ്ര, ഗ്രേറ്റ് ഷോട്ട്. പിടിച്ചോ പിടിച്ചോ. വാവ്, നല്ല ക്യൂട്ടാണല്ലോ. നിങ്ങളിത് എന്ത് പണിയാ ചെയ്തു തരില്ല? എടാ എലി, നിന്നെ ഞാൻ വിടില്ല. എന്നെ ഇങ്ങനെ ഓടിക്കാണല്ലേ, നിന്നെ വിടുന്ന പ്രശ്നമില്ല. നീ എവിടേക്കാ ഓടുന്നത്? അവിടെ നിൽക്കാനാ പറഞ്ഞ. നിൽക്ക്. ഓ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ, എന്നെ നോക്കി ചിരിക്കാണോ? ഇന്ന് നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. എന്നെ രക്ഷിച്ചോ. അവന് നിർത്ത്. കുറെ നേരം എന്റെ പുറകിൽ വരാൻ തുടങ്ങിയിട്ട്. നീയോ? നീ ഇവിടെ എന്തെടുക്കുവാണ്? നീ ഇവിടെ തന്നെ നിക്ക്. അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടാളൊന്ന് മാറി നിൽക്ക. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. വിട്ടേക്ക്. വിടാനാ പറഞ്ഞ. മതിയാക്ക്, പുറത്തേക്ക് വാ. താൻ എങ്ങനെയാ ഞങ്ങളുടെ കൂട്ടുകാരനെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്? ഓ സോറി, അവൻ നിന്റെ ഫ്രണ്ട് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. രംഗീല, ഒന്ന് സമാധാനിക്ക്. പിങ്കു, നീ പറ, എന്താ പ്രശ്നം? രുദ്ര, ഞാനൊരു പ്രധാനപ്പെട്ട മെസ്സേജ് തരാൻ വന്നതാ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് പീച്ചിങ് മൗണ്ടിൽ ട്രക്കിംഗ് ചെയ്യാൻ പോയതായിരുന്നു. അപ്പൊ അവിടെ ഒരു പേജിയൻ നിനക്കൊരു മെസ്സേജ് തരാൻ പറഞ്ഞു. എനിക്കൊരു മെസ്സേജ് തന്നയച്ചു. എന്താ മെസ്സേജ്? പീജിയൻ മൗണ്ടന്റെ അകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം ഏതെങ്കിലും ഒരു പിഗ്മീസ് ഒരു പ്രാവശ്യം ഫ്ലൈയിങ് പിഗ്മീസ് പീജിയനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിഗ്മീസായി മാറാൻ പറ്റില്ല. പറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചിറകിൽ മുറിവുണ്ടാകുന്നു. ഇപ്പൊ അവിടെ ഉള്ളവരെല്ലാവരും പറക്കാൻ പേടിച്ചിരിക്കുകയാണ്. അവിടുത്തെ കിങ് ക്യൂൻ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. സഹായം ആവശ്യപ്പെട്ട് നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് രുദ്ര. ഓ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കം ഓൺ ഫ്രണ്ട്സ്. ഓൾ ദി ബെസ്റ്റ് കൂട്ടുകാരെ. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ കഴിയാം. നാളെ ഇവിടുന്ന് ഇറങ്ങാം. ശരി, ഓക്കെ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിലേ നേരത്തെ കിടന്നുറങ്ങണം. ഞാൻ ആഹാരം എടുത്ത് വെക്കാം. രുദ്ര, അവിടെ നോക്ക്. ആ മരം മിന്നി തിളങ്ങുന്നത് കണ്ടോ? അവിടെ ഒരുപാട് മിന്നാമിനുങ്ങുകൾ ഉണ്ടെന്ന് തോന്നുന്നത്. അതെ, അത് ശരിയാ. കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. രംഗില, നിങ്ങളുടെ ആഹാരം റെഡിയാക്കൂ. ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം. കൊള്ളാം. നീ മാജിക് യൂസ് ചെയ്ത് ആഹാരം ഉണ്ടാക്കാറുണ്ടോ? ആരാ സംസാരിക്കുന്നേ? എന്റെ അമ്മേ, നിനക്കൊരു ഫേസ് ഉണ്ടല്ലോ. പക്ഷെ മരം എങ്ങനെ സംസാരിക്കുന്നേ? സംസാരിക്കാൻ പറ്റും. ഈ കാണുന്ന എല്ലാ മരങ്ങളും സംസാരിക്കും. പക്ഷെ ഞങ്ങൾ നിന്നെ പോലെ ലക്കിയല്ല. നീ വിചാരിച്ചാൽ ഏത് സമയത്തും ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആഹാരത്തെ തേടി കാത്തിരിക്കാൻ, അറിയോ? ഇന്ന് ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മുടെ ആഹാരം നമ്മളെ തേടി വന്നിരിക്കുകയാണ്. വയറ് നിറയെ നമുക്ക് ആഹാരം കഴിക്കാം. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. എവിടെയാ നിന്റെ ആഹാരം? ഞാൻ നോക്കിട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്തായി ചെയ്യുന്നേ? വേണ്ട, നീ തന്നെയാണ് ഞങ്ങളുടെ ആഹാരം. എന്നെ വിട്ടേക്ക്. എന്നെ തിന്നല്ലേ. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നിന്നെ കിട്ടിയിരിക്കുന്നത്. ഇനി ഞങ്ങൾ നിന്നെ പിടിക്കും. എന്നിട്ട് കുറച്ചായിട്ട് ഞങ്ങൾ അങ്ങ് വിഴുങ്ങും.
എന്നെ വിട്ടേക്ക്. വിടാനാ പറഞ്ഞ. രുദ്ര രക്ഷിക്ക്. രുദ്ര രുദ്ര രക്ഷിക്ക്. ചേടാ ഇത് രംഗിലിയുടെ വോയിസ് ആണല്ലോ. ആ, ആ, ആ. എന്ത് പറ്റി രംഗില? എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചത്? എന്തിനാ ഇങ്ങനെ മരത്തിൽ തൂങ്ങി കിടക്കുന്നത്? ഈ മരങ്ങളെ കണ്ടോ? ഇവറ്റകൾ എന്നെ തിന്നാൻ നോക്കുക. ഇനി അത് നിന്നെയും തിന്നാന്നാ തോന്നുന്നേ. രക്ഷിക്കണേ. അത് കൊള്ളാലോ. പക്ഷെ ഈ കാര്യം വേറെ ആർക്കും അറിയില്ല. ഞങ്ങൾ നിന്നെ ആരും അറിയാതെ വീണാൻ പോവാ. ഞാൻ ആ കളർഫുൾ ആയ മനുഷ്യനെ തിന്നാൻ പോവാ. അവന് ആഹാരം ഉണ്ടാക്കുന്ന സ്റ്റൈൽ തന്നെ വ്യത്യസ്തമായിരുന്നു. അതുപോലെ ഇവനും വളരെ ടേസ്റ്റി ആയിരിക്കും. അതെങ്ങനെയാ നീ അവനെ തിന്നുന്നത്? ആദ്യം അവനെ കണ്ടത് ഞാനല്ലേ? ഞാൻ അവനെ തിന്നും, എന്നിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി. അതെ, ആദ്യം കണ്ടതുകൊണ്ടൊന്നും കാര്യമായില്ല. ഞാൻ ആദ്യം കഴിക്കും. ഈ കൊച്ചു ചെക്കനെ വേണമെങ്കിൽ നീ തിന്നു. ഓ ഇത് എന്തൊരു ഊരാ കൊടുക്കാണ്. അതെ ഞങ്ങൾ ചിക്കൻ മട്ടൻ ബിരിയാണി ഒന്നും അല്ലട്ടോ. അയ്യോ രുദ്ര. ഇന്ന് ഞങ്ങൾക്ക് വിരുന്നാണ്. Zibaiska, tree normal creator. എനിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? എന്താണ്? അതായത് പിങ്കു പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുന്നത്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ആരോ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും ഒരുമിച്ചും വളരെ കെയർഫുൾ ആയും ഇരിക്കണം. അത്രേ ഉള്ളൂ. നേരം വെളുക്കുന്നവരെ ഈ മാജിക്കൽ ഗേറ്റിന്റെ അകത്ത് നമ്മൾ സേഫ് ആണ്. രാത്രി മുഴുവനും ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. ഈ മരങ്ങളൊക്കെ എന്നെ പിടിച്ച് തിന്നുന്ന പോലെ. ഞാനും അതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ കണ്ടു. രുദ്ര, വാ നമുക്ക് പിജിയൻ മൗണ്ടനിലേക്ക് പോവാം. വരുൺ രംഗില അവിടെ തന്നെ നിൽക്കൂ. ഏത് സമയത്ത് എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നേരത്തെ അവർ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ ഇവര് ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്? സോറി രുദ്ര, അവര് നിന്നെ ആദ്യമായിട്ട് കാണുമല്ലേ, അതുകൊണ്ട് ശത്രു എന്ന് വിചാരിച്ചിരിക്കുക. വാ, നിനക്ക് വേണ്ടി കിങ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
രുദ്ര, സ്വാഗതം രുദ്ര. നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം രുദ്ര. മൈര, വരുൺ, രംഗീല, എല്ലാവർക്കും സുഖമാണല്ലോ? നമ്മൾ ആഹാരം കഴിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരിക്കും. വരൂ, ആഹാരം കഴിച്ച് നമുക്ക് സംസാരിക്കാം. നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. So yummy. എനിക്ക് 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 പെട്ടെന്ന് എന്താ പറ്റിയത്? പെട്ടെന്ന് ഉറക്കം വരുന്നത് പോലെയുണ്ട്. എനിക്കൊന്നും തിരിച്ചു കാണാൻ പറ്റുന്നില്ല. കിങ്, മൈര, വരുൺ. രുദ്ര എന്തുകൊണ്ട് ഇങ്ങനെ കയറോണ്ട് കെട്ടി വെച്ചിരിക്കുന്നേ? ഞാൻ മാജിക് ചെയ്ത് ഈ റോപ്പ് പൊട്ടിച്ചേക്കാം. നീ എന്തിനാ ഇങ്ങനെ വെറുതെ എന്നിട്ട് ഉപദ്രവിക്കുന്നത്? ഇത് മാജിക്കൽ റോപ്പാണ്, അതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. എന്താ പറ്റിയത്? എന്താ രുദ്ര എഴുന്നേൽക്കുന്നില്ലേ? ഓഹോ, എനിക്ക് തോന്നുന്നത് രുദ്രയുടെ ശരീരത്തിൽ ഉറക്കത്തിന്റെ മരുന്ന് ഒരുപാട് എഫക്ട് ചെയ്തെന്നാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ടോ? നിങ്ങളെല്ലാവരും വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊന്നും നിങ്ങളുടെ ഫ്രണ്ട് അല്ല, അതുപോലെ അവര് രണ്ടുപേരും നിങ്ങളുടെ ഫ്രണ്ട് അല്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എല്ലാരും ചേർന്ന് ഞങ്ങളെ ഇട്ട് കളിപ്പിച്ചില്ലേ? അതിനുശേഷം നിങ്ങൾ ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആക്കി ഏറ്റെടുക്കുക? ഒരിക്കലുമില്ല. രുദ്രയോടും അവന്റെ കൂട്ടുകാരനോടും ഞങ്ങൾക്ക് പകരം ചോദിക്കണം. ഞങ്ങൾ വിചാരിച്ചെല്ലാം സാധിച്ചു കഴിഞ്ഞു. അതായത് ഒരു ദിവസം ഞങ്ങൾക്ക് കിങ്ങിന്റെ ഡമ്മി ഇതാ ഇവനെ കിട്ടി. ഇവനെ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കിങ്ങിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവനെ കിങ് ആക്കി മാറ്റി ഞങ്ങൾ കാര്യം സാധിച്ചു. റിയൽ കിങ് ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ ഉള്ളത്. ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പീജിയൻസിനെയും പറക്കാൻ പറ്റാത്ത വിധത്തിൽ അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതിൽ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഇവൻ എന്തായാലും ഡമ്മി ആയാലും ഇവൻ അല്പം നല്ലോണം മാജിക് ഒക്കെ നന്നായിട്ട് അറിയാം. അതെ, ശരിക്കും ആരെങ്കിലും ഇവിടുന്ന് പറക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അവനെ ഞങ്ങളുടെ ഈ ഡമ്മി കിങ് മാജിക് കൊണ്ട് കത്തിച്ച് കളയും. സിമ്പിൾ. ആണാ പോണാ, ഇന്ന് നിങ്ങൾ രണ്ടാളും ഇവന്റെ കൂടെയല്ലേ ഇറങ്ങി പുറപ്പെട്ടത്? ഞാൻ നിങ്ങളെ രണ്ടാളെയും കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ ഇത്ര വലിയ വിശ്വാസവഞ്ചന ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് ആവശ്യം രാജഭരണമല്ലേ? അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അവനെ അങ്ങ് വിട്ടേക്ക്. കിങ്, രുദ്രയെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ധൈര്യം കിട്ടിയിരിക്കുന്നു അല്ലേ? ഒരുപാടൊന്നും എക്സൈറ്റ് ആവണ്ട. ഞങ്ങളുടെ ഈ കാര്യത്തില് രുദ്രയാണ് ഏറ്റവും വലിയ അപകടം. ഇന്ന് അവൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് അവനെ വിട്ടയച്ചാൽ നാളെ അവൻ വീണ്ടും ഇങ്ങോട്ട് എത്തും. ആനാ പോനാ, അവനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ വെറുതെ ഇരിക്കില്ല. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ, നിന്റെ കഥയും ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. രുദ്രയെ നീ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ. അവൻ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ?
കരയുവാണോ? ഇഷ്ടം പോലെ കരഞ്ഞോളൂ. കരയുമ്പോൾ മനസ്സിലെ ഭാരമെല്ലാം അങ്ങ് കുറയും. പക്ഷേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല. ആ കൊച്ചു ചക്കൻ രുദ്ര, അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സമയത്തിനുള്ളിൽ അവൻ ഈ ലോകം വിട്ട് പോയി കാണും. മനസ്സിലായോ? രുദ്രയുടെ പ്രാർത്ഥനയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ആ രുദ്ര, അവൻ എങ്ങനെയാ തിരിച്ചു വന്നത്? ഞാൻ അബോധാവസ്ഥയിലാണെന്ന് നിങ്ങൾ എല്ലാരും വിചാരിച്ചു. പക്ഷെ ഞാൻ മനഃപൂർവ്വം ഉറങ്ങിയത് പോലെ അഭിനയിക്കായിരുന്നു. ഞാൻ എപ്പോഴോ എഴുന്നേറ്റ് കഴിഞ്ഞു. കയറഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പുഷ്ടും magical umbrella creators. ശിപ്പായികളെ, ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. രുദ്ര ഫ്ലൈയിങ് പിഗ്മി കാരണം താഴെ വീണിരിക്കുക. രുദ്ര വിചാരിച്ചാൽ ഒറ്റ സെക്കൻഡിൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയും. പക്ഷെ എനിക്കറിയാം, അവൻ പിഗ്മീസിനെ ഒരിക്കലും വേദനിപ്പിക്കില്ല. നിനക്ക് കിങ്ങിന്റെ സ്ഥാനം പിടിക്കാൻ കഴിയില്ല. നീ ഇപ്പോ നിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി കിങ്ങിനോട് പോയി ക്ഷമ ചോദിക്ക. എന്നിട്ട് ഞാൻ നിന്നെ വിട്ടേക്കാം. നീ എന്നെ വിട്ടേക്കാമെന്നോ? പകലിൽ സ്വപ്നം കാണുന്നത് വിട്ടേക്കൂ രുദ്ര. അവൻ എന്തായി ചെയ്യുന്നത്? ഇന്നത്തോടെ രുദ്രയുടെ കഥ അവസാനിച്ചിരിക്കുന്നു. രുദ്ര, ഇപ്പൊ ഞാൻ നിന്നോട് പറയുകയാണ്, എന്നോട് നീ ക്ഷമ ചോദിക്കേ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ വിട്ടയക്കാം. എന്നെ വിട്ടയക്കൂ, എന്നെ വിടൂ. നീ ആ ചെക്കനെയാണ് പിടിക്കേണ്ടത്, എന്നെയല്ല. കിങ്, എനിക്ക് നിന്നെ ഒട്ടും വേദനിപ്പിക്കാൻ ആഗ്രഹമില്ല. ഒറിജിനൽ കിങ് വന്ന് നിനക്ക് ശിക്ഷ വിധിക്കും. സോറി കിങ്, ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കൂ.
ആന പോന നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. നിങ്ങളെ 3 പേരെയും ഞാൻ 5 വർഷം ജയിലിലിടാൻ കൽപ്പിക്കുന്നു. അവരെ കൊണ്ടുപോയി ജയിലിലിട്. രുദ്ര, മൈ ഡിയർ ഫ്രണ്ട്, നിനക്ക് ഒരുപാട് നന്ദി. വരൂ, രുദ്ര ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമുക്ക് പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാം.